ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്ന ചാപ്റ്റർ. അതിൽ മറാത്ത ശക്തിയുടെ ഉദയത്തെക്കുറിച്ചും അസ്തമയത്തെക്കുറിച്ചും പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന മുഗൾ ശക്തിയുടെ നേർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടായത് പിന്തുടർച്ച രാജ്യങ്ങളിലെ ഏറ്റവും ശക്തരായ മറാത്ത രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. വാസ്തവത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന രാഷ്ട്രീയമായ ശൂന്യത നിറയ്ക്കാനുള്ള ശക്തി ആർക്കു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? മറാത്തികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയുമല്ല, ഈ ഉദ്യമത്തിന് ആവശ്യമായിട്ടുള്ള സമർത്ഥരായ അനേകം സൈന്യാധിപന്മാരെയും രാജ്യതന്ത്രജ്ഞന്മാരെയും മറാത്ത രാജ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മറാത്ത സർദാർമാരുടെ ഒരു പ്രത്യേകത, അവർക്കിടയിൽ ഐക്യമുണ്ടായിരുന്നില്ല. ഇന്ത്യ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള വീക്ഷണമോ പദ്ധതികളോ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഗളർക്ക് പകരമാകാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും മുഗൾ സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നത് വരെ അതിനെതിരെ തുടർച്ചയായി യുദ്ധം നടത്തുന്നതിൽ അവർ വിജയിച്ചു. അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന മുഗൾ ശക്തിയുടെ നേർക്ക് ഏറ്റവും ശക്തമായ വെല്ലുവിളി ഉണ്ടായത് പിന്തുടർച്ച രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ മറാത്ത രാജ്യത്തിൽ നിന്നാണ്. വാസ്തവത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന രാഷ്ട്രീയ ശൂന്യത നിറയ്ക്കാനുള്ള ശക്തി ആർക്ക് മാത്രമേ ഉള്ളൂ? മറാത്തികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഈ ഉദ്യമത്തിന് ആവശ്യമായ സമർത്ഥരായിട്ടുള്ള അനേകം സൈന്യാധിപന്മാരെയും രാജ്യതന്ത്രജ്ഞന്മാരെയും മറാത്ത രാജ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മറാത്ത സർദാർമാർക്ക് അവർക്കിടയിൽ ഐക്യമുണ്ടായിരുന്നില്ല. ഇന്ത്യ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ വീക്ഷണമോ പദ്ധതികളോ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഗളർക്ക് പകരമാവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നിരുന്നാലും മുഗൾ സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നത് വരെ അതിനെതിരെ തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ നടത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ശിവജിയുടെ പൗത്രനായിട്ടുള്ള ഷാഹു 1689 മുതൽ ഔറംഗസീബിൻ്റെ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ട ആളായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തോടും അമ്മയോടും ഔറംഗസീബ് വളരെ മാന്യമായിട്ടും ബഹുമാനത്തോടും കൂടി പെരുമാറിയിരുന്നു. മാത്രമല്ല, മതപരവും ജാതിപരവും മറ്റുമായ ആവശ്യങ്ങൾക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാഹുവുമായി ഒരു രാഷ്ട്രീയ ധാരണയിലെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം 1707 ഷാഹു വിട്ടയക്കപ്പെട്ടു. ഒട്ടും വൈകാതെ തന്നെ സത്താറയിലെ ഷാഹുവും കോലാപൂരിലെ അമ്മാവിയായിട്ടുള്ള താരാബായും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ 1707 ഔറംഗസീബ് മരിച്ചതോടുകൂടി ഷാഹുവിനെ വിട്ടയക്കപ്പെട്ടു. ഷാഹു സത്താറയിലായിരുന്നു ഭരിച്ചിരുന്നത്. അദ്ദേഹവും കോലാപൂരിലെ അമ്മാവി താരാബായും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായി. ഭർത്താവായ രാജാറാമിൻ്റെ മരണശേഷം മകൻ ശിവജി രണ്ടാമൻ്റെ പേരിൽ 1700 മുതൽ മുഗൾ വിരുദ്ധ സമരം ആര് നടത്തിക്കൊണ്ടിരുന്നു? താരാബായി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നോട് മാത്രം വിശ്വസ്തത കാണിക്കുന്ന അനേകം പടയാളികളുള്ള ഓരോ മറാത്ത സർദാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു അധികാരമോഹിയുടെ കീഴിൽ അണിനിരക്കാൻ തുടങ്ങി. അപ്പോൾ ഈ രണ്ട് അധികാരമോഹികളോടും, ഇവിടെ രണ്ടാൾക്കാരാരാ? ഷാഹുവും താരാബായും. ഇവരോട് രണ്ടാളോടും വിലപേശി അധികാരവും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സർദാർമാരെല്ലാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിൽ പലരും ഡക്കാണിലെ മുഗൾ പ്രതിനിധികളോട് പോലും ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാഹുവും കോലാപൂരിലെ എതിരാളിയും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് ഷാഹു രാജാവിൻ്റെ പേഷ്വയായിരുന്ന ബാലാജി വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ മറാത്ത സർക്കാരിൻ്റെ പുതിയൊരു സംവിധാനം ഉരുത്തിരിഞ്ഞു വന്നു. ഷാഹുവും കോലാപൂരിലെ എതിരാളിയും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് ഷാഹു രാജാവിൻ്റെ പേഷ്വയായിരുന്ന ബാലാജി വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ മറാത്ത സർക്കാരിൻ്റെ പുതിയൊരു സംവിധാനം ഉരുത്തിരിഞ്ഞു വന്നു. ഈ മാറ്റം, അതായത് പേഷ്വാധിപത്യത്തിൻ്റെ ഒരു കാലം വന്നതോടുകൂടി മറാത്ത ചരിത്രത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. മാത്രമല്ല, മറാത്ത രാജ്യം ഒരു സാമ്രാജ്യമായിട്ട് രൂപാന്തരപ്പെടുകയും
ചെയ്തു. ഒരു ബ്രാഹ്മണനായിട്ടുള്ള ബാലാജി വിശ്വനാഥ് താഴ്ന്ന ഭൂനികുതി ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു ജീവിതം തുടങ്ങിയിരുന്നത്. പടിപടിയായിട്ട് അദ്ദേഹം ഉയർന്നു. ഷാഹുവിൻ്റെ എതിരാളികളെ അമർച്ച ചെയ്യുന്നതിൽ വിശ്വസ്തവും പ്രയോജനകരവുമായുള്ള സേവനങ്ങൾ അദ്ദേഹം നൽകി. നയതന്ത്രത്തിൽ മികച്ചു നിൽക്കുകയും അനേകം മറാത്ത സർദാർമാരുടെ പിന്തുണ ഷാഹുവിൻ്റെ ലക്ഷ്യത്തിനായിട്ട് നേടിയെടുക്കുകയും ചെയ്തു. ആര്? ബാലാജി വിശ്വനാഥ്. ഒരു ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം താഴ്ന്ന ഭൂനികുതി ഉദ്യോഗസ്ഥനായിട്ടാണ് ജീവിതം തുടങ്ങിയതെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം ഷാഹുവിൻ്റെ വിശ്വാസം നേടിയെടുക്കുന്നതിലും സർദാർമാരുടെ പിന്തുണ നേടിയെടുക്കുന്നതിലും വിജയിച്ചു. 1713 ഷാഹു അദ്ദേഹത്തെ തൻ്റെ പേഷ്വ അഥവാ മുഖ് പ്രധാനാക്കിയിട്ട് നിയമിച്ചു. ബാലാജി വിശ്വനാഥ് ക്രമേണ മറാത്ത സർദാർമാർക്ക് പോലും രാജാറാമിൻ്റെ പിൻഗാമികൾ ഭരിച്ച കോലാപൂരിന് തെക്കുള്ള പ്രദേശങ്ങളിലൊഴികെ മഹാരാഷ്ട്രയുടെ മിക്ക ഭാഗങ്ങളിലും ഷാഹുവിൻ്റെയും തൻ്റെയും നില ഭദ്രമാക്കി. അപ്പോൾ ബാലാജി വിശ്വനാഥ് ക്രമേണ മറാത്ത സർദാർമാർക്ക് മേലും രാജാറാമിൻ്റെ പിൻഗാമികൾ ഭരിച്ച കോലാപൂരിന് തെക്കുള്ള പ്രദേശങ്ങളിലൊഴികെ മഹാരാഷ്ട്രയുടെ മിക്ക ഭാഗങ്ങളിലും ഷാഹുവിൻ്റെയും തൻ്റെയും നില ഭദ്രമാക്കി. പേഷ്വ അധികാരങ്ങൾ തൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കുകയും മറ്റു മന്ത്രിമാരെയും സർദാർമാരെയും നിഷ്പ്രഭമാക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹവും മകൻ ബാജിറാവു ഒന്നാമനും പേഷ്വയെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭരണതലപ്പത്തേക്ക് കൊണ്ടുവന്നു. മറാത്ത അധികാരം വർദ്ധിപ്പിക്കാൻ മുഗൾ ഉദ്യോഗസ്ഥരുടെ ആഭ്യന്തര സംഘർഷങ്ങളെ ബാലാജി വിശ്വനാഥ് മുതലെടുത്തു. ഡക്കാണിലെ ചൗത്തും സദ്ദേശ് മുഖിയും അനുവദിച്ച് നൽകാൻ അദ്ദേഹം സുൽഫിക്കർ ഖാനെ പ്രേരിപ്പിച്ചു. ഒടുവിൽ സയ്യിദ് സഹോദരന്മാരുമായി അദ്ദേഹം ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. നേരത്തെ ശിവജിയുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളും ഷാഹുവിന് തിരികെ നൽകിയും ഡക്കാണിലെ 6 പ്രവിശ്യകളുടെ ചൗത്തും സദ്ദേശ് മുഖിയും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. നേരത്തെ പേരിനെങ്കിലും മുഗൾ പരമാധികാരം അംഗീകരിച്ചിരുന്ന ഷാഹു 15,000 കുതിരപ്പടയാളികളെ ചക്രവർത്തിയുടെ സേവനത്തിന് വിട്ടുകൊടുക്കുകയും ഡക്കാണിലെ കലാപവും കൊള്ളയും തടയാനും വാർഷിക കപ്പമായി 10 ലക്ഷം രൂപ നൽകാനും സമ്മതിച്ചു. അത്രത്തോളം അവർ ഉയർന്നു. 1714 ഗുൽദാബാദിൽ ഔറംഗസീബിൻ്റെ ശവകുടീരത്തിൽ നഗ്നപാതനായി നടന്ന് പ്രണാമമർപ്പിക്കുകയും ചെയ്തു. 1719 മറാത്ത സേനയുടെ തലപ്പത്തായിരുന്ന ബാലാജി വിശ്വനാഥ് സയ്യിദ് ഹുസൈൻ അലിഖാനോടൊപ്പം ഡൽഹിയിലേക്ക് പോകുകയും ഫറൂഖ് സിയാറെ അട്ടിമറിക്കുന്നതിന് സയ്യിദ് സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ അദ്ദേഹവും മറ്റു മറാത്ത സർദാർമാരും സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യം നേരിൽ കാണുകയും വടക്കോട്ട് വിസ്താരം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് മോഹഭരിതരാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മറാത്തയുടെ അധികാരം വർദ്ധിപ്പിക്കാൻ മുഗൾ ഉദ്യോഗസ്ഥരുടെ ആഭ്യന്തര സംഘർഷങ്ങളെ ആര് മുതലെടുത്തു? ബാലാജി വിശ്വനാഥ് മുതലെടുത്തു. അപ്പോൾ ഡക്കാണിൽ ചൗത്തും സദ്ദേശ് മുഖിയും അനുവദിച്ച് നൽകാൻ അദ്ദേഹം ആരെ പ്രേരിപ്പിച്ചു? സുൽഫിക്കർ ഖാനെ പ്രേരിപ്പിച്ചു. നേരത്തെ ശിവജിയുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളും ഷാഹുവിന് തിരികെ നൽകുകയും ഡക്കാണിലെ 6 പ്രവിശ്യകളുടെ ചൗത്തും സദ്ദേശ് മുഖിയും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ പേരിനെങ്കിലും അവരെ മുഗൾ പരമാധികാരം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. 15,000 കുതിരപ്പടയാളികളെ ചക്രവർത്തിയുടെ സേവനത്തിന് വിട്ടുകൊടുക്കാനും ഡക്കാണിലെ കലാപവും കൊള്ളയും തടയാനും വാർഷിക കപ്പമായി 10 ലക്ഷം രൂപ നൽകാനും സമ്മതിച്ചു. 1714 ഗുൽദാബാദിലെ ഔറംഗസീബിൻ്റെ ശവകുടീരത്തിൽ നഗ്നപാതനായി നടന്ന് പ്രണാമമർപ്പിക്കുകയും ചെയ്തു. ആര്? നമ്മുടെ ബാലാജി വിശ്വനാഥ്. 1719 മറാത്ത സേനയുടെ തലപ്പത്തായിരുന്ന ബാലാജി വിശ്വനാഥ് സയ്യിദ് ഹുസൈൻ അലിഖാനോടൊപ്പം ഡൽഹിയിലേക്ക് പോവുകയും ഫാറൂഖ് സിയാറെ അട്ടിമറിക്കുന്നതിന് സയ്യിദ് സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്തു. ഡൽഹിയിൽ അദ്ദേഹം മറ്റു മറാത്ത സർദാർമാരും സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യം നേരിൽ കാണുകയും വടക്കോട്ട് വിസ്താരം വ്യാപിക്കുന്നതിനെക്കുറിച്ച് അവർ മോഹിക്കുകയും ചെയ്തു.
ഡെക്കാണിലെ ചൗത്തും സർദേശ് മുഖിയും കാര്യക്ഷമമായിട്ട് പിരിച്ചെടുക്കുന്നതിന് ബാലാജി വിശ്വനാഥ് മറാത്ത സർദാർമാർക്ക് പ്രത്യേകം പ്രദേശങ്ങൾ പതിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ പിരിവിൻ്റെ ഒരു പങ്ക് ചെലവിനായി സർദാർമാർ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ചൗത്തും സർദേശ് മുഖിയും വീതിച്ചു നൽകുന്ന സമ്പ്രദായം പ്രത്യേക പരിഗണന കാട്ടുന്നതിലൂടെ വ്യക്തിപരമായ അധികാരം വർദ്ധിപ്പിക്കാൻ പേഷ്വയ്ക്ക് സാധിച്ചു. അപ്പോൾ അധികാരമോഹികളായ അനേകം സർദാർമാർ അദ്ദേഹത്തിന് ചുറ്റും വട്ടം കൂടാൻ തുടങ്ങി. അപ്പോൾ ദീർഘകാല അനുഭവത്തിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഇത് മാറി. വദൻ, സരഞ്ജം എന്നീ സമ്പ്രദായങ്ങൾ നേരത്തെ തന്നെ മറാത്ത സർദാർമാരെ ശക്തരും സ്വയംഭരണമുള്ളവരും ശക്തിയോട് വിദ്വേഷമുള്ളവരുമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിലെ വിദൂര ദേശങ്ങളിൽ അവർ തങ്ങളുടെ നിയന്ത്രണം സ്ഥാപിച്ചു തുടങ്ങുകയും ക്രമേണ സ്വയംഭരണാധികാരമുള്ള മുഖ്യന്മാരായി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ മറാത്തരുടെ യഥാർത്ഥ രാജ്യത്തിന് പുറമെ അവരുടെ അധികാരമുറപ്പിച്ചത് മറാത്ത രാജാവോ പേഷ്വയോ നേരിട്ട് നിയന്ത്രിച്ച ഒരു കേന്ദ്ര സൈന്യത്താലല്ല, എന്നാൽ സ്വന്തം സ്വകാര്യ സൈന്യങ്ങളെ ഉപയോഗിച്ച് സർദാർമാരാണ് ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ആധിപത്യ സ്ഥാപന പ്രക്രിയയിൽ ഈ സർദാർമാർ തമ്മിലും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര അധികാരത്തിലൂടെ കർശനമായി നിയന്ത്രിക്കാൻ ആരംഭിച്ചാൽ നിസാം, മുഗൾ, ഇംഗ്ലീഷുകാർ എന്നിങ്ങനെയുള്ള ശത്രുക്കളുമായിട്ട് കൈകോർക്കാനും അവർ മടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡെക്കാണിലെ ചൗത്തും സർദേശ് മുഖിയും കാര്യക്ഷമമായി പിരിച്ചെടുക്കുന്നതിന് ബാലാജി വിശ്വനാഥ് മറാത്ത സർദാർമാർക്ക് പ്രത്യേക പ്രദേശങ്ങൾ പതിച്ചു നൽകി. പിരിവിൻ്റെ ഒരു പങ്ക് ചെലവിനായി സർദാർമാർ സൂക്ഷിച്ചു വെച്ചു. ചൗത്തും സർദേശ് മുഖിയും വീതിച്ചു നൽകുന്ന സമ്പ്രദായം പ്രത്യേക പരിഗണന കാട്ടുന്നതിലൂടെ വ്യക്തിപരമായ അധികാരം വർദ്ധിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? പേഷ്വയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ അധികാരമോഹികളായ അനേകം സർദാർമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും വട്ടം കൂടാൻ തുടങ്ങി. ദീർഘകാല അനുഭവത്തിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഇത് മാറാൻ തുടങ്ങി. അപ്പോൾ വദൻ, സരഞ്ജം എന്നീ സമ്പ്രദായങ്ങൾ നേരത്തെ തന്നെ മറാത്ത സർദാർമാരെ ശക്തരും സ്വയംഭരണമുള്ളവരും കേന്ദ്രശക്തിയോട് വിദ്വേഷമുള്ളവരും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിലെ വിദൂര ദേശങ്ങളിൽ അവർ തങ്ങളുടെ നിയന്ത്രണം സ്ഥാപിച്ചു തുടങ്ങുകയും ക്രമേണ സ്വയംഭരണാധികാരമുള്ള മുഖ്യന്മാരായി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ മറാത്തരുടെ യഥാർത്ഥ രാജ്യത്തിന് പുറമെ അവരുടെ അധികാരം ഉറപ്പിച്ചത് മറാത്ത രാജാവോ പേഷ്വയോ നേരിട്ട് നിയന്ത്രിച്ച ഒരു കേന്ദ്ര സൈന്യത്താലല്ല, എന്നാൽ സ്വന്തം സ്വകാര്യ സൈന്യങ്ങളെ ഉപയോഗിച്ച് സർദാർമാരായിരുന്നു ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ ആധിപത്യ സ്ഥാപന പ്രക്രിയയിൽ ഈ സർദാർമാർ തമ്മിലും ഏറ്റുമുട്ടി കേന്ദ്ര അധികാരത്തിലൂടെ കർശനമായി നിയന്ത്രിക്കാൻ ആരംഭിച്ചാൽ നിസാം, മുഗൾ, ഇംഗ്ലീഷുകാർ എന്നിങ്ങനെയുള്ള ശത്രുക്കളുമായി കൈകോർക്കാനും ഇവർ മടിച്ചിരുന്നില്ല. ഇനി ബാലാജി വിശ്വനാഥ് 1720 മരിക്കുന്നുണ്ട്. അപ്പോൾ പേഷ്വാ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ 20 വയസ്സുകാരനായ മകൻ ബാജിറാവു ഒന്നാമൻ പിൻഗാമിയായി. ചെറുപ്പമായിരുന്നിട്ടും ബാജിറാവു ധീരനും സമർത്ഥനുമായ സൈന്യാധിപനും സ്ഥാനമോഹിയും ബുദ്ധിമാനുമായ രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. ശിവജിക്ക് ശേഷം ഗറില്ല യുദ്ധതന്ത്രത്തിൻ്റെ ഏറ്റവും മഹാനായ പ്രണേതാവായിരുന്നു അദ്ദേഹം. ബാജിറാവുവിനാൽ നയിക്കപ്പെട്ട മറാത്തർ മുഗൾ സാമ്രാജ്യത്തിനെതിരായി അനേകം യുദ്ധനീക്കങ്ങൾ നടത്തി. ആദ്യം വിസ്തൃതമായ പ്രദേശങ്ങളിലെ ചൗത്ത് പിരിക്കുന്നതിനുള്ള അവകാശം നൽകുന്നതിനും പിന്നീട് ഈ പ്രദേശങ്ങൾ മറാത്ത സാമ്രാജ്യത്തിന് വിട്ടുകൊടുക്കാനും മുഗൾ അധികാരികളെ നിർബന്ധിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടുമായിരുന്നു അവ. 1740 ബാജിറാവു മരിച്ചപ്പോൾ മാൾവ, ഗുജറാത്ത്, ബുന്ദേൽഖണ്ഡിൻ്റെ ഭാഗങ്ങൾ എന്നിവയുടെ മേലെ മറാത്തർ നിയന്ത്രണം നേടിയിരുന്നു. ഗെയ്ക്വാദ്, ഹോൾക്കർ, സിന്ധ്യ, ബോൺസ്ലെ എന്നീ മറാത്ത കുടുംബങ്ങൾ ഇക്കാലത്ത് പ്രാമുഖ്യം നേടി. ബാലാജി വിശ്വനാഥ് 1720 മരിച്ചു. ശേഷം ആര് വന്നു? ബാജിറാവു ഒന്നാമന് വന്നു. അദ്ദേഹം ചെറിയ പ്രായമായിരുന്നെങ്കിലും ബുദ്ധിമാനും രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. ശിവജിക്ക് ശേഷം ഗറില്ല യുദ്ധമുറകളുടെ ഒരു പ്രണേതാവായിരുന്നു ആര്? ബാജിറാവു ഒന്നാമൻ. ബാജിറാവിനാൽ നയിക്കപ്പെട്ട മറാത്തർ മുഗൾ സാമ്രാജ്യത്തിനെതിരായി അനേകം യുദ്ധനീക്കങ്ങൾ നടത്തി. ആദ്യം വിസ്തൃതമായ പ്രദേശങ്ങളിൽ ചൗത്ത് പിരിക്കുന്നതിനുള്ള അവകാശം നൽകുന്നതിനും പിന്നീട് ഈ പ്രദേശങ്ങൾ മറാത്ത സാമ്രാജ്യത്തിന് വിട്ടുകൊടുക്കാനും മുഗൾ അധികാരികളെ നിർബന്ധിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടുമായിരുന്നു അവ. 1740 ബാജിറാവു മരിച്ച സമയത്ത്
മാൾവ, ഗുജറാത്ത്, ബുന്ദേൽഖണ്ഡിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ ആരുടെ കീഴിലായി? മറാത്തികളുടെ കീഴിലായി. അതുപോലെ ഗേക്വാദ്, ഹോൾക്കർ, സിന്ധ്യ, ഭോൺസ്ലെ എന്നീ മറാത്ത കുടുംബങ്ങൾ ഇക്കാലത്ത് പ്രാമുഖ്യം നേടി. ഡെക്കാനിൽ നിസാമുൽ മുൽക്കിൻ്റെ അധികാരം തടയാൻ ജീവിതകാലം മുഴുവൻ ബാജിറാവു ശ്രമിച്ചു. പേഷ്വയുടെ അധികാരം ദുർബലമാക്കാനായിട്ട് കോലാപ്പൂരിലെ രാജാവ്, മറാത്ത സർദാർമാർ, മുഗൾ ഉദ്യോഗസ്ഥന്മാർ ഇവരുമായിട്ട് നിസാം നിരന്തരം ആലോചനകളിൽ ഏർപ്പെട്ടു. രണ്ടു കൂട്ടരും 2 തവണ യുദ്ധഭൂമിയിൽ വെച്ച് ഏറ്റുമുട്ടി. 2 തവണയും നിസാമിൻ്റെ അവസ്ഥ വഷളാവുകയും ഡെക്കാൻ പ്രവിശ്യയിലെ ചൗത്തും സർദേശ് മുഖിയും മറാത്തർക്ക് അനുവദിച്ചു നൽകാൻ അദ്ദേഹം നിർബന്ധനായി തീരുകയും ചെയ്തു. അപ്പോൾ ഈ മറാത്തരുടെ വളർച്ച ഡെക്കാണിലെ നിസാമുൽ മുൽക്കിനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം എന്തു ചെയ്തു? കോലാപൂരിലെ രാജാവ്, അതുപോലെ മറാത്ത സർദാർമാർ, മുഗൾ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ആയിട്ടൊരു സഖ്യത്തിലേർപ്പെട്ട് മറാത്തർക്കെതിരെ 2 തവണ അദ്ദേഹം യുദ്ധം നടത്തി. പക്ഷെ അതിൽ അദ്ദേഹം പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഡെക്കാൻ പ്രവിശ്യയിലെ ചൗത്തും സർദേശ് മുഖിയും മറാത്തർക്ക് കൊടുക്കാൻ അവർ നിർബന്ധരാകുകയും ചെയ്തു. 1733 ജിഞ്ചിരയിലെ സിദ്ദികൾക്കെതിരായിട്ട് ബാജിറാവു ഒരു നീണ്ട പടനീക്കം നടത്തി. ഏത് വർഷം? 1733. അവസാനം അവരെ വൻകരിയിൽ നിന്ന് പുറത്താക്കി. അതേസമയം പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള ഒരു യുദ്ധവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ സാൽസറ്റും ബസൈനും അദ്ദേഹം പിടിച്ചെടുത്തു. എന്നാൽ പശ്ചിമ തീരത്ത് തങ്ങളുടെ മറ്റു പ്രദേശങ്ങൾ പോർച്ചുഗീസുകാർ തുടർന്നും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതായത് പോർച്ചുഗീസുകാരുടെ പശ്ചിമ തീരത്തിലുള്ള ആധിപത്യം നിലനിന്നിട്ട് ഉണ്ടായിരുന്നു. ബാജിറാവു 1740 മരിക്കുന്നുണ്ട്. 1740 ഏപ്രിൽ മാസത്തിൽ ബാജിറാവു മരിച്ചു. 20 വർഷത്തെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹം മറാത്ത രാജ്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റി. മഹാരാഷ്ട്രയുടെ ഒരു രാജ്യമെന്ന നിലയിൽ വടക്കോട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യമായിട്ട് ഇതിനെ മാറ്റിയെടുത്തു, മറാത്തയെ മാറ്റിയെടുത്തു. എന്നാൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള അടിവാരം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് കൊടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പുതിയ പ്രദേശങ്ങൾ കീഴടക്കുകയും കൈവശമാക്കുകയും ചെയ്തു. എന്നാൽ അവയുടെ ഭരണത്തിന് അദ്ദേഹം ശ്രദ്ധ കൊടുത്തില്ല. വിജയികളായ സർദാർമാരുടെ പ്രധാന ശ്രദ്ധ നികുതി പിരിക്കുക എന്നുള്ളതായിരുന്നു. ബാജിറാവുവിൻ്റെ 18 വയസ്സുകാരനായിട്ടുള്ള മകൻ ബാലാജി ബാജിറാവു, അദ്ദേഹത്തെ നാനാ സാഹിബ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 1740 മുതൽ 61 വരെ പേഷ്വയായി മാറി. അദ്ദേഹം പിതാവിൻ്റെ അത്ര കഴിവുള്ള ആളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഊർജ്ജസ്വലനായിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. 1749 അതായത് ഈ ബാലാജി ബാജിറാവുവിൻ്റെ കാലത്ത് ആര് മരിക്കുന്നുണ്ട്? നമ്മുടെ നാനാ സാഹിബ് എന്നറിയപ്പെടുന്ന ബാലാജി ബാജിറാവിൻ്റെ കാലത്താണ് ഷാഹു രാജാവ് മരിക്കുന്നത്, യഥാർത്ഥ രാജാവ് മരിക്കുന്നത്. ഇവരൊക്കെ പേഷ്വാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ രാജ്യഭരണത്തിൻ്റെ ചുമതല ആർക്കാണെന്ന് പറയുന്നുണ്ട്? പേഷ്വക്കാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പേഷ്വാ സ്ഥാനം അപ്പോഴാരാണ്? ബാലാജി ബാജിറാവു ആണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അവകാശമായിട്ട് പാരമ്പര്യ വഴികളായിട്ട് പേഷ്വാ സ്ഥാനത്തെ മാറ്റപ്പെട്ടു. പേഷ്വാ രാജ്യത്തിൻ്റെ അപ്രഖ്യാപിത ഭരണാധികാരിയായിട്ട് മാറി. അദ്ദേഹം ഔദ്യോഗികമായി ഭരണത്തലവനായതിൻ്റെ പ്രതിഫലമെന്നോണം ആസ്ഥാനമായ പൂനെയിലേക്ക് അവരുടെ ഭരണം മാറ്റി. അപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഭരണത്തലവനായതിൻ്റെ ഒരു പ്രതിഫലമെന്ന വണ്ണം ആസ്ഥാനമായിട്ടുള്ള പൂനെയിലേക്ക് അവരുടെ ഭരണകേന്ദ്രം തന്നെ മാറ്റി. ബാലാജി ബാജിറാവു പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്ന് സാമ്രാജ്യം എല്ലാ ദിശകളിലേക്കും കൂടുതൽ വിസ്തൃതമാക്കുകയും മറാത്ത ശക്തിയെ അതിൻ്റെ ഉത്തുംഗതയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറാത്ത സൈന്യം ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കി. മാൾവ, ഗുജറാത്ത്, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ മറാത്ത നിയന്ത്രണം സുസ്ഥിരമാക്കി. ബംഗാളിനെ ആവർത്തിച്ച് ആക്രമിക്കുകയും 1751 ബംഗാൾ നവാബിന് ഒറീസ വിട്ടുകൊടുക്കേണ്ടി വരികയും ചെയ്തു. തെക്ക് മൈസൂർ രാജ്യവും മറ്റ് ചെറിയ രാജ്യങ്ങളും കപ്പം കൊടുക്കാൻ നിർബന്ധരായി. 1760 ഹൈദരാബാദിലെ നിസാമിനെ ഉദ്ഗറിൽ വെച്ച് പരാജയപ്പെടുത്തുകയും 62 ലക്ഷം രൂപ വാർഷിക നികുതി ലഭിക്കുന്ന വിസ്തൃതമായിട്ടുള്ള ഭൂഭാഗം വിട്ടുകൊടുക്കാൻ നിർബന്ധനാവുകയും ചെയ്തു. വടക്ക് മുഗൾ സിംഹാസനത്തിന് പിന്നിലുള്ള ഒരു ശക്തിയായിട്ട് ആര് മാറി? മറാത്തര് മാറി. അപ്പോൾ ഗംഗാദ്വാബിലൂടെയും രജപുത്താനിലൂടെയും മുന്നേറിക്കൊണ്ട് അവർ ഡൽഹിയിലെത്തുകയും അവിടെ 1752
ഇമദുൽ മുൽക്കിനെ വസീറാക്കാൻ സഹായിക്കുകയും ചെയ്തു. വസീർ താമസിയാതെ അവരുടെ കൈകളിലെ ഒരു കളിപ്പാവയായിട്ട് അങ്ങ് മാറി. ഡൽഹിയിൽ നിന്ന് അവർ പഞ്ചാബിലേക്ക് തിരിഞ്ഞു. ആര്? മറാത്തികൾ. അപ്പോൾ അഹമ്മദ് ഷാ അബ്ദാലിയുടെ പ്രതിനിധിയെ തുരത്തിയിട്ട് നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനും ആർക്ക് കഴിഞ്ഞു? മറാത്തികൾക്ക് കഴിഞ്ഞു. ഇത് വീരയോദ്ധാവായ അഫ്ഗാനിസ്ഥാനിലെ രാജാവുമായി അവർ കൊമ്പുകോർക്കുന്നതിന് ഇടയായി മാറി. മറാത്തരോട് കണക്ക് തീർക്കാൻ വേണ്ടി അദ്ദേഹം വീണ്ടും എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഈ ഒരു പാരഗ്രാഫിൽ ബാലാജി ബാജിറാവു പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് സാമ്രാജ്യം എല്ലാ ദിശകളിലേക്കും കൂടുതൽ വിസ്തൃതമാക്കുകയും മറാത്ത ശക്തിയെ അതിൻ്റെ ഉത്തുംഗതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മറാത്ത സൈന്യം ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കി മാൾവ, ഗുജറാത്ത്, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ മൊത്തം അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ബംഗാളിലെ ആവർത്തിച്ച് ആക്രമിച്ച് 1751 ബംഗാൾ നവാബിന് ഒറീസ വിട്ടുകൊടുക്കേണ്ടതായി വരികയും ചെയ്തു. അവിടെ അവർക്ക് നഷ്ടമാണ് വരുന്നത്. തെക്ക് മൈസൂർ രാജ്യവും മറ്റ് ചെറിയ രാജ്യങ്ങളും ആർക്ക്? നമ്മുടെ മറാത്തികൾക്ക് കപ്പം കൊടുക്കേണ്ടതായിട്ട് വന്നു. 1760 ഹൈദരാബാദിലെ നിസാമിനെ എന്ത് ചെയ്തു? ഉദ്ഗറിൽ വെച്ച് പരാജയപ്പെടുത്തി 62 ലക്ഷം രൂപ വാർഷിക നികുതി ലഭിക്കുന്ന വിസ്തൃതമായ ഭൂഭാഗം നിസാം ആർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു? നമ്മുടെ മറാത്തികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. വടക്ക് മുഗൾ സിംഹാസനത്തിന് പിന്നിലുള്ള ശക്തി ആരായി മാറി? മറാത്തികളായിട്ട് മാറി. ഗംഗാദ്വാബിലൂടെയും രജപുത്താനയിലൂടെയും മുന്നേറിക്കൊണ്ട് അവർ ഡൽഹിയിലെത്തുകയും അവിടെ 1752 അവർ ഇമദുൽ മുൽക്കിനെ വസീറാക്കാൻ സഹായിക്കുകയും ചെയ്തു. വസീർ താമസിയാതെ തന്നെ അവരുടെ കൈകളിലെ കളിപ്പാവയായിട്ട് അങ്ങ് മാറി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് അവർ പഞ്ചാബിലേക്ക് തിരിഞ്ഞു. അഹമ്മദ് ഷാ അബ്ദാലിയുടെ പ്രതിനിധിയെ തുരത്തിയിട്ട് അതിനെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഇത് വീരയോദ്ധാവായ അഫ്ഗാനിസ്ഥാനിലെ രാജാവുമായിട്ട് കൊമ്പുകോർക്കുന്നതിന് ഇടയാക്കി. അപ്പം മറാത്തരോട് കണക്ക് തീർക്കുന്നതിന് അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഉത്തരേന്ത്യയുടെ ആധിപത്യത്തിന് വേണ്ടി ഒരു പ്രധാന യുദ്ധം തുടങ്ങി. റോഹിൽഖണ്ഡിലെ നജീബ് ദൗളയുമായും അവധിലെ ഷുജാഉ ദൗളയുമായും അഹമ്മദ് ഷാ അബ്ദാലി ഒരു സഖ്യമുണ്ടാക്കി. അവർ രണ്ടുപേരും മറാത്തരുടെ കൈകളാൽ പ്രയാസം അനുഭവിച്ചവരാണ്. ആരൊക്കെ? റോഹിൽഖണ്ഡിലെ നജീബ് ദൗളയും അവധിലെ ഷുജാഉ ദൗളയും. തുടർന്ന് വരുന്ന പോരാട്ടത്തിൻ്റെ വലിയ പ്രാധാന്യം മനസ്സിലാക്കിയ പേഷ്വ പ്രായപൂർത്തിയാകാത്ത മകൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സൈന്യത്തെ വടക്കോട്ടയച്ചു. അതിൻ്റെ യഥാർത്ഥ ആധിപത്യം ബന്ധുവായ സദാശിവറാവുവിൻ്റെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് സഹായത്തിന് ഇബ്രാഹിം ഖാൻ ഗർദി നേതൃത്വം നൽകിയ യൂറോപ്യൻ രീതിയിലുള്ള കാലാൾപ്പടയും പീരങ്കിപ്പടയും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യൻ ശക്തികൾക്കിടയിൽ സഖ്യങ്ങൾക്കായി ഈ സമയത്ത് മറാത്തർ അന്വേഷണം നടത്തി. എന്നാൽ ഈ ശക്തികളെയെല്ലാം തന്നെ മറാത്തർ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് അവർ രജപുത്താന രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും കനത്ത തുക പിഴയായും കപ്പമായും പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവധിൻ്റെ വിസ്താരമുള്ള പ്രദേശങ്ങളിന്മേലും അവർ അവകാശം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലെ അവരുടെ ചെയ്തികൾ സിഖ് മുഖ്യന്മാരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ നേരത്തെ വലിയ പിഴ ചുമത്തിയ ജാട്ട് മുഖ്യന്മാരും അവരിൽ വിശ്വാസമർപ്പിച്ചില്ല. അതിനാൽ തന്നെ അവർക്ക് ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. ഇവിടെ ആരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇമദുൽ മുൽക്കിനായിട്ടുള്ള സഹായം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. മാത്രമല്ല ഉയർന്ന മറാത്ത സൈന്യാധിപന്മാർ പരസ്പരം വഴക്കിട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ സമയത്ത്, അതായത് നജീബുദ്ദൗള, റോഹിൽഖണ്ഡിലെ നജീബുദ്ദൗളയും അവധിലെ ഷുജാഉ ദൗളയും ഒരുമിച്ച് മറാത്തർക്കെതിരെ ഒരുമിച്ച സമയത്ത് ഇവർക്കെതിരെ പട നയിക്കാൻ ഇവർ പലരെയും ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും മുൻപ് അവരെ വെറുപ്പിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ ആരുടെയും സഹായം ലഭിച്ചില്ല. ഇപ്പോൾ രണ്ട് സൈന്യങ്ങളും 1761 ജനുവരി 14 പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. 1761 ജനുവരി 14 പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഇതിൽ മറാത്ത സൈന്യം പരാജയപ്പെട്ടു. പേഷ്വയുടെ മകൻ വിശ്വാസ് റാവുവും സദാശിവറാവു ബാവും മറ്റനേകം മറാത്ത സൈന്യാധിപരും 28,000 സൈനികരോടൊപ്പം യുദ്ധഭൂമിയിൽ പെട്ടുപോയി. അതിൽ ഓടി രക്ഷപ്പെട്ടവരെ അഫ്ഗാൻ കുതിരപ്പടയാളികൾ പിന്തുടരുകയും പാനിപ്പത്ത് മേഖലയിലെ ജാട്ടുകളും അഹിറുകളും ഗുജറുകളും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ മറാത്തികൾ പരാജയപ്പെട്ടു. മറുപക്ഷത്ത് റോഹിൽഖണ്ഡിലെ നജീബുദ്ദൗളയും അവധിലെ ഷുജാഉ ദൗളയും. ഇപ്പുറത്തെ ഭാഗത്ത് ആരാണ്? നമ്മുടെ
മറാത്തികളും. അപ്പോൾ ബന്ധുവിനെ സഹായിക്കാനായി വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന പേഷ്വ ഈ ദുഃഖവാർത്ത കേട്ട് സ്തബ്ധനായിപ്പോയി. എന്താണ് ദുഃഖവാർത്ത? വിശ്വാസറാവും സദാശിവറാവും 28,000 സൈനികരോടൊപ്പം എവിടെയുണ്ട്, യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വാർത്ത അവരറിഞ്ഞു. മാത്രമല്ല ജാട്ടുകളും അഹിറുകളും ഗുജറുകളും പാനിപത്ത് മേഖലയിലെ പ്രദേശങ്ങളൊക്കെ തന്നെ അവർ കൊള്ളയടിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട്. നേരത്തെ തന്നെ രോഗാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാനം പെട്ടെന്നാവുകയും 1761 ജൂണിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പാനിപ്പത്തിലെ പരാജയം മറാത്തരുടെ ദുരന്തമായി തീർന്നു. മെച്ചപ്പെട്ട സൈന്യത്തെ നഷ്ടപ്പെടുകയും രാഷ്ട്രീയാഭിമാനത്തിന് വലിയ ക്ഷതമേൽക്കുകയും ചെയ്തു. അതിലുപരിയായിട്ട് അവരുടെ പരാജയം ബംഗാളിലും ദക്ഷിണേന്ത്യയിലും അധികാരമുറപ്പിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരവസരം കൊടുത്തു. അഫ്ഗാനികൾക്ക് വിജയം കിട്ടിയെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ല. അവർക്ക് പഞ്ചാബ് പോലും കയ്യിലൊതുക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ മൂന്നാമത്തെ പാനിപ്പത്ത് യുദ്ധം ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടതെന്നല്ല, ആരാ ഭരിക്കേണ്ടാത്തതെന്ന് തീരുമാനിച്ചു. ഈ ഒരു അവസരം ആര് മുതലെടുത്തു? ബ്രിട്ടീഷുകാർ മുതലെടുത്തു. അവരുടെ വളർച്ചയ്ക്ക് ഇതൊരു വഴികാട്ടിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി 1761 17കാരനായ മാധവറാവു പേഷ്വയായി മാറുന്നുണ്ട്. അദ്ദേഹം കഴിവുള്ള സൈനികനും രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. 11 വർഷക്കാലം അദ്ദേഹം മറാത്ത സാമ്രാജ്യത്തിന് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ വീണ്ടെടുത്തു. അദ്ദേഹം നിസാമിനെ തോൽപ്പിച്ച് കപ്പമടയ്ക്കാൻ മൈസൂരിലെ ഹൈദരാലിയെ നിർബന്ധിച്ചു. റൊഹേലരെ തോൽപ്പിച്ചും രജപുത്ര രാജ്യങ്ങളെയും ജാട്ടുമുഖ്യന്മാരെയും കീഴടക്കിയും ഉത്തരേന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. 1771 മറാത്തര് ഷാ ആലം ചക്രവർത്തിയെ ഡൽഹിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ചക്രവർത്തി അങ്ങനെ മറാത്തരുടെ പെൻഷനിലായി മാറി. ഈ രീതിയിൽ വടക്ക് മറാത്തര് ആധിപത്യം വീണ്ടും നേടിയെടുത്തതുപോലെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ 1761 17കാരനായ മാധവറാവു പേഷ്വയായി മാറി. അദ്ദേഹം കഴിവുള്ള സൈനികനും രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. 11 വർഷം കൊണ്ട് അദ്ദേഹം മറാത്ത സാമ്രാജ്യത്തിൻ്റെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെയെല്ലാം വീണ്ടെടുത്തു. മാധവറാവു അദ്ദേഹം നിസാമിനെ തോൽപ്പിച്ചു. കപ്പമടയ്ക്കാൻ മൈസൂരിലെ ഹൈദരാലിയെ നിർബന്ധിച്ചു. റൊഹേലരെ തോൽപ്പിച്ചും രജപുത്ര രാജ്യങ്ങളെയും ജാട്ടുമുഖ്യന്മാരെയും കീഴടക്കിയും ഉത്തരേന്ത്യ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു. 1771 മറാത്തര് ഷാ ആലം ചക്രവർത്തിയെ ഡൽഹിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ചക്രവർത്തി അങ്ങനെ മറാത്തരുടെ പെൻഷനിലായിട്ട് മാറി. ഈ രീതിയിൽ വടക്ക് മറാത്തര് ആധിപത്യം വീണ്ടും നേടിയെടുത്തതുപോലെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ ഒരിക്കൽ കൂടി മറാത്തരുടെ മേൽ തിരിച്ചടിയുണ്ടായി. 1722 മാധവറാവു ക്ഷയരോഗത്താൽ മരണപ്പെട്ടു. മറാത്ത സാമ്രാജ്യം ചിന്താകുഴപ്പത്തിലായി. പൂനെയിൽ വെച്ച് മാധവറാവുവിൻ്റെ ഇളയ സഹോദരനായ നാരായണറാവു കൊല്ലപ്പെട്ടു. മരണശേഷം പിറന്ന മകൻ സാവായ് മാധവറാവു അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് മാറി. അപ്പം നിരാശനായിട്ടുള്ള രഘുനാഥറാവു, അതായത് ബാലാജിയുടെ ഇളയ സഹോദരൻ, ബ്രിട്ടീഷ് ഭാഗത്തേക്ക് മാറുകയും അവരുടെ സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ കലാശിച്ചു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒരിക്കൽ കൂടി മറാത്തരുടെ മേൽ ഒരു തിരിച്ചടി ഉണ്ടായി. എന്തായിരുന്നു അത്? 1772 മാധവറാവു ക്ഷയരോഗത്താൽ മരിച്ചു. മറാത്ത സാമ്രാജ്യം ചിന്താക്കുഴപ്പത്തിലായി. അതായത് പൂനെയിൽ വെച്ച് മാധവറാവുവിൻ്റെ ഇളയ സഹോദരനായ നാരായണറാവുവും കൊല്ലപ്പെട്ടു. മരണശേഷം മരണശേഷം പിറന്ന മകൻ സവായ് മാധവറാവുവിൻ്റെ പിൻഗാമിയായി മാറി. നിരാശനായ രഘുനാഥറാവു, ബാലാജിയുടെ ഇളയ സഹോദരനായിട്ടുള്ള രഘുനാഥറാവു ബ്രിട്ടീഷ് ഭാഗത്തേക്ക് മാറുകയും അവരുടെ സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതെന്തിലേക്ക് എത്തിച്ചു? ആംഗ്ലോ മറാത്ത യുദ്ധത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ പേഷ്യയുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. പൂനെയിലെ നാനാ ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിൽ മാധവറാവുവിൻ്റെ പക്ഷക്കാരും രഘുനാഥറാവുവിൻ്റെ വിശ്വസ്തരും തമ്മിൽ നിരന്തരമായ ഗൂഢാലോചനകൾ നടത്തി.
അതേസമയം മുതിർന്ന മറാത്ത സർദാർമാർ വടക്ക് അർദ്ധ സ്വതന്ത്ര രാജ്യങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് തമ്മിൽ സഹകരിക്കാൻ കഴിഞ്ഞില്ല. ബറോഡയിൽ ഗെയ്ക്വാദും നാഗ്പൂരിൽ ബോൺസ്ലെയും ഇൻഡോറിൽ ഹോൾക്കറും ഗ്വാളിയിൽ സിന്ധ്യയുമായിരുന്നു ഏറ്റവും പ്രധാനികളായിട്ടുള്ള മറാത്തികൾ. മുഗൾ ഭരണത്തിൻ്റെ മാതൃകയിൽ സ്ഥിരം ഭരണ സംവിധാനം ആരേർപ്പെടുത്തി? പേഷ്വമാർ ഏർപ്പെടുത്തി. അവരുടേതായ വ്യത്യസ്ത സൈന്യങ്ങളും ഉണ്ടായിരുന്നു. പേഷ്വയോടുള്ള അവരുടെ വിധേയത്വം പിന്നെയും നാമമാത്രമായിരുന്നു. പകരം അവർ ബറോഡയിൽ ഗെയ്ക്വാദും നാഗ്പൂരിൽ ബോൺസ്ലെയും ഇൻഡോറിൽ ഹോൾക്കറും ഗ്വാളിയോറിൽ സിന്ധുയുമായിരുന്നു ഇവരിൽ പ്രധാനികൾ. മുഗൾ ഭരണത്തിൻ്റെ മാതൃകയിൽ സ്ഥിരം ഭരണ സംവിധാനങ്ങൾ ഇവരെല്ലാം ഏർപ്പെടുത്തി. അവരുടേതായ വ്യത്യസ്ത സൈന്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇവർക്ക് പേഷ്വയോടുണ്ടായിരുന്ന വിധേയത്വം പിന്നെയും നാമമാത്രമായിട്ട് മാറാൻ തുടങ്ങി. പകരം അവർ പൂനെയിലെ ശത്രുപക്ഷത്തോട് ചേരുകയും മറാത്ത സാമ്രാജ്യത്തിൻ്റെ വൈരികളോട് കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ ഉത്തരേന്ത്യയിലെ മറാത്ത ഭരണാധികാരികളിൽ മഹദ്ജി സിന്ധ്യ ആയിരുന്നു ഏറ്റവും പ്രധാനി എന്ന് പറഞ്ഞാൽ. ഫ്രഞ്ച് പോർച്ചുഗീസ് ഓഫീസർമാരുടെയും പീരങ്കി പടയാളികളുടെയും സഹായത്തോടെ ഹിന്ദു സൈനികരും മുസ്ലിം സൈനികരും തുല്യമായി ഉൾക്കൊള്ളുന്ന യൂറോപ്യൻ രീതിയിലുള്ള ഒരു ശക്തമായ സൈന്യം ആര് സംഘടിപ്പിച്ചു? മഹദ്ജി സിന്ധ്യ സംഘടിപ്പിച്ചു. സ്വന്തമായ ആയുധ നിർമ്മാണശാലകൾ അദ്ദേഹം ആഗ്രയ്ക്ക് സമീപം നിർമ്മിച്ചു. 1784 ചക്രവർത്തി ഷാ ആലമിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേഷ്വയുടെ പേരിൽ മഹദ്ജി ആയിരിക്കും പ്രവർത്തിക്കുക എന്ന ഉപാധിയോടെ ചക്രവർത്തിയുടെ പ്രതിനിധി സ്ഥാനം, അതായത് നായബി മുനായിബ് എന്ന സ്ഥാനം അദ്ദേഹം കരസ്ഥമാക്കി. എന്നാൽ അദ്ദേഹം തൻ്റെ ഊർജം പട്നാവിസിനെതിരെ ഗൂഢാലോചനകൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു. ഇൻഡോറിലെ ഹോൾക്കറുടെയും ബദ്ധശത്രുവായിരുന്ന മഹദ്ജി സിന്ധ്യ 1794 മരിച്ചു. അദ്ദേഹവും 1800 അന്തരിച്ച നാനാ ഫട്നാവിസുമായിരുന്നു 18ാം നൂറ്റാണ്ടിലെ മറാത്ത ശക്തിയെ അതിൻ്റെ ഉന്നത നിലകളിലെത്തിച്ച സൈനിക രാജ്യതന്ത്രജ്ഞ പ്രതിഭകളിൽ അവസാനത്തെ ആളുകൾ. സവായി മാധവ റാവു 1795 മരിച്ചു. രഘുനാഥ റാവു രണ്ടാമൻ പിന്തുടർച്ച അവകാശം ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യയിലെ തങ്ങളുടെ പരമാധികാരത്തിന് നേർക്കുള്ള മറാത്ത വെല്ലുവിളിയെ അവസാനിപ്പിക്കണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. പരസ്പരം വിഘടിച്ചു നിന്ന മറാത്ത സർദാർമാരെ ബുദ്ധിപരമായ നയതന്ത്രത്തിലൂടെ ബ്രിട്ടീഷുകാർ വിഭജിക്കുകയും 1803-5 രണ്ടാം മറാത്ത യുദ്ധത്തിലും 1816 മുതൽ 19 വരെയുള്ള മൂന്നാം മറാത്ത യുദ്ധത്തിലും വെവ്വേറെ യുദ്ധങ്ങളിൽ വെച്ച് അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. സാമന്ത രാജ്യങ്ങളായി തുടരുവാൻ മറാത്ത രാജ്യങ്ങളെ അനുവദിച്ചെങ്കിലും പേഷ്വയുടെ കുടുംബത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം അങ്ങനെ മുഗൾ സാമ്രാജ്യത്തെ നിയന്ത്രിച്ച് രാജ്യത്തിൻ്റെ വിസ്തൃതമായ ഭാഗങ്ങളിൽ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കണമെന്ന മറാത്തരുടെ സ്വപ്നം ഇല്ലാതെയായി മാറുകയാണ് ചെയ്തത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതേ നാശോന്മുഖ സാമൂഹിക ക്രമത്തെ മറാത്ത സാമ്രാജ്യവും പ്രതിനിധീകരിച്ചതിനാലും അതേ ദൗർബല്യങ്ങൾ അനുഭവിച്ചതുകൊണ്ടുമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സരഞ്ജമി സമ്പ്രദായം മുഗൾ ജാഗർ സമ്പ്രദായം പോലെയുള്ള ഒന്നായിരുന്നു. ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര അധികാര ശക്തിയും മുഗളരെന്ന പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യവും നിലനിന്നിടത്തോളം കാലം ഒരു അയഞ്ഞ ബന്ധത്തിൽ അവർ ചേർന്നിരുന്നു. എന്നാൽ ലഭ്യമായ ആദ്യ അവസരത്തിൽ തന്നെ അവർ തങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ശ്രമിച്ചു. അവർ മുഗൾ പ്രഭുക്കന്മാരെക്കാൾ അച്ചടക്കമില്ലാത്തവരായി മാറി. ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാനും മറാത്ത സർദാർമാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കുന്നതിനും കച്ചവടത്തിലും വ്യവസായത്തിലും അവർ പരാജയപ്പെട്ടു. അവരുടെ നികുതി സമ്പ്രദായവും ഭരണക്രമവും മുഗളുടേതുപോലെ ആയിരുന്നു. മുഗളരെ പോലെ മറാത്ത ഭരണാധികാരികളും നിസ്സഹായരായ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്നതിലായിരുന്നു താല്പര്യം കാണിച്ചിരുന്നത്. ഉദാഹരണമായി അവരും പകുതിയോളം കാർഷിക വിളകൾ നികുതിയായി പിരിച്ചെടുത്തു. മുഗളിൽ നിന്ന് വ്യത്യസ്തമായി മഹാരാഷ്ട്രയ്ക്ക് പുറത്തുള്ള ജനങ്ങൾക്ക് ഭദ്രമായ ഭരണം നൽകുന്നതിൽ പോലും അവർ പരാജയപ്പെട്ടു. മുഗളർക്ക് കഴിഞ്ഞതിൽ കൂടുതൽ വിശ്വാസ്യതയൊന്നും ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ രാജ്യം ബലപ്രയോഗത്തെ മാത്രം ആശ്രയിച്ചുള്ളതായിരുന്നു. ഉയർന്നു വന്ന ബ്രിട്ടീഷ് ശക്തിക്ക് നേരെ നിൽക്കാൻ മറാത്തർക്ക് കഴിയുമായിരുന്ന ഒരേ ഒരു വഴി തങ്ങളുടെ രാജ്യത്തെ ഒരു ആധുനിക രാജ്യമാക്കി നവീകരിക്കുക എന്നുള്ളതായിരുന്നു. ഇതിനും അവർക്ക് സാധിച്ചില്ല. ഇത്തരത്തിൽ
മറാത്ത സാമ്രാജ്യം നാശത്തിലേക്ക് പതിച്ചു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി 18-ാം നൂറ്റാണ്ടിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.